നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു ബാങ്കിംഗ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ, എക്സിം ബാങ്ക്. അത് ഇന്ത്യയിലെ ഒരു പ്രീമിയർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് ഫൈനാൻസിങ്ങും ഫെസിലിറ്റേറ്റിംഗ്, അതുപോലെ ഇന്ത്യയുടെ ഇന്റർനാഷണൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഓർഗനൈസേഷൻ, ഒരു പ്രീമിയർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അവിടെ നിലവിലുള്ള മാനേജ്മെന്റ് ട്രെയിനി, ഡെപ്യൂട്ടി മാനേജർ, ചീഫ് മാനേജർ ഒഴിവുകളിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് 2025 ഏപ്രിൽ 15 വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലേക്കുള്ള അപേക്ഷകൾ ഓൺലൈനായിട്ട് സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2025 മാർച്ച് 22 മുതൽ ഏപ്രിൽ 15 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക. അതിനുശേഷം ഒരു റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാകും. അത് ടെൻറ്റേറ്റീവായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മെയ് 2025 നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ബാങ്കിന്റെ വെബ്സൈറ്റ് ആയ https:/www.eximbankofIndia.in/careers എന്ന സൈറ്റ് ലഭ്യമാണ്. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്തവരൊക്കെ ഇടയ്ക്കൊക്കെ ഈ സൈറ്റ് സന്ദർശിക്കുക. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ, അപ്ഡേഷൻ ഒക്കെ അവിടെ ആയിരിക്കും വരിക എന്ന കാര്യം മനസ്സിലാക്കുക. എക്സാമിനേഷന് ഇപ്പം 4 സെന്ററുകളാണ് പറഞ്ഞത്. ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, ന്യൂഡൽഹി 4 എക്സാമിനേഷൻ സെന്റർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അതിൽ ഏറ്റവും സൂട്ടായിട്ടുള്ള സെന്റർ നിങ്ങൾ ചൂസ് ചെയ്യണം, താല്പര്യമുള്ളവരെ. അതിനുശേഷം ഇന്റർവ്യൂ മുംബൈയിലും ഡൽഹി വെച്ച് മാത്രമേ നടത്തുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റിട്ടേൺ ടെസ്റ്റ് സെലക്ട് ചെയ്യപ്പെടുന്നവർക്കായിരിക്കും പേഴ്സണൽ ഇന്റർവ്യൂ പിന്നീട് ഉണ്ടാവുക. വേക്കൻസികൾ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ട്രെയിനിമാരുടെ 22 ഒഴിവുകളാണ്, 11 ഒഴിവുകളാണ് റിസർവ് ആണ്. ഡെപ്യൂട്ടി മാനേജർ 5 ഒഴിവുണ്ട്. ചീഫ് മാനേജറുടെ 1 ഒഴിവാണുള്ളത്. അപ്പൊ അത്രയും വേക്കൻസികളാണ് ആകെ ഉള്ളത്. ഇതിലേക്ക് മാനേജ്മെന്റ് ട്രെയിനി, അതിൽ തന്നെ ഡിജിറ്റൽ ടെക്നോളജി 10 ഒഴിവ്, റിസർച്ച് ആൻഡ് അനാലിസിസ് 5 ഒഴിവുകൾ, മാനേജ്മെന്റ് ട്രെയിനി രാജ്യഭാഷ 2 ഒഴിവ്, മാനേജ്മെന്റ് ട്രെയിനി ലീഗൽ 5 ഒഴിവ്, ഡെപ്യൂട്ടി മാനേജർ ലീഗൽ 4 ഒഴിവുകൾ, അതുപോലെ ഡെപ്യൂട്ടി മാനേജർ ഡെപ്യൂട്ടി കംപ്ലയൻസ് ഓഫീസറുടെ 1 ഒഴിവ്, ചീഫ് മാനേജറുടെയും വിജിലൻസ് കംപ്ലയൻസ് ഓഫീസറുടെ 1 ഒഴിവാണുള്ളത്. ഇനി നമുക്ക് എന്റെ എലിജിബിലിറ്റി കണ്ടീഷൻ കൂടി നോക്കാം. മാനേജ്മെന്റ് ട്രെയിനിക്ക് വേണ്ട യോഗ്യത 60% മാർക്കോടെ ബി അല്ലെങ്കിൽ ബിടെക് ബിരുദം കമ്പ്യൂട്ടർ സയൻസിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ ഉള്ള ബിടെക് ബിരുദം, എഞ്ചിനീയറിംഗ് ബിരുദം, അല്ലെന്നുണ്ടെങ്കിൽ 60% മാർക്കോടെ MCA പാസ്സാവരായിരിക്കണം. അപ്പം 2 നിർബന്ധമായും 60% മാർക്ക് ഉണ്ടായിരിക്കണം. മാനേജ്മെന്റ് ട്രെയിനി റിസർച്ച് ആൻഡ് അനലിറ്റിക്സിന് 60% മാർക്കോടെ എക്കണോമിക്സിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിനെല്ലാം എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല എന്നൊക്കെ മനസ്സിലാക്കുക. മാനേജ്മെന്റ് ട്രെയിനി രാജ്യഭാഷയ്ക്കാണെന്നുണ്ടെങ്കിൽ 60% മാർക്കോടെ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഉള്ള മാസ്റ്റേഴ്സ് ബിരുദമാണ് വേണ്ടത്. അതോടൊപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ ഹിന്ദി പഠിച്ചിരിക്കണം, ഹിന്ദി ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം എന്ന കാര്യം കൂടി ഉണ്ട്. കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. അതോടൊപ്പം മാനേജ്മെന്റ് ട്രെയിനി ലീഗലിന് വേണ്ടി ഇത് LLB 60% മാർക്കോടെ LLB പാസ്സായവർക്ക് അതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. കാര്യം ഇന്റർഗ്രേറ്റഡ് LLB ആണെങ്കിലും 60% മാർക്ക് തന്നെ മതിയാവും. അതേപോലെ ഡെപ്യൂട്ടി മാനേജർ ലീഗൽ പോസ്റ്റിലേക്ക് വേണ്ട യോഗ്യത എന്നുള്ളത് 60% മാർക്കോടെയുള്ള LLB ബിരുദമാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. 1 വർഷത്തെ പ്രവൃത്തി പരിചയം, അഡ്വക്കേറ്റ് ആയിട്ടുള്ള പ്രവൃത്തി പരിചയം ഡെപ്യൂട്ടി മാനേജർക്ക് ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. മിനിമം 1 വർഷമെങ്കിലും എക്സ്പീരിയൻസ് 2025 ഫെബ്രുവരി 28 മുമ്പ് ഉണ്ടായിരിക്കണം. ഡെപ്യൂട്ടി മാനേജർ അടുത്ത പോസ്റ്റിലേക്ക് ACS മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ICSI മെമ്പർഷിപ്പ്. അതുപോലെ മിനിമം 60% മാർക്കോടെ അഗ്രിഗേറ്റ് പാസ്സാകരായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കും. അവർക്ക് മിനിമം 1 വർഷത്തെ പ്രവൃത്തി ഉണ്ടായിരിക്കണം. ചീഫ് മാനേജർ ആണെന്നുണ്ടെങ്കിൽ ACS അസോസിയേറ്റ് മെമ്പർഷിപ്പ് ICSE ഉണ്ടായിരിക്കണം. അതുപോലെ റെഗുലർ ഗ്രാജുവേഷൻ ആയിരിക്കണം. 60% മാർക്കോടെ നിർബന്ധമായി ഉണ്ടായിരിക്കണം. 10 വർഷത്തെ പ്രവൃത്തി ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. എത്രയാണ് വേണ്ട അടിസ്ഥാന യോഗ്യതകൾ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ ജൂൺ 1, 2025 മുമ്പ് മാർക്ക് ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ അത് അവർക്ക് അപ്ലൈ ചെയ്യാൻ, അവർക്ക് കൺസിഡർ ചെയ്യത്തുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം. അതുപോലെ കമ്പ്യൂട്ടർ ഓപ്പറേഷനൊക്കെ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദം ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഉയർന്ന പ്രായപരിധി 28 വയസ്സാണ് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ ഉള്ളത്. എന്നാൽ OBC-കാർക്ക് 31 വയസ്സ് വരെയും, SC/ST-കാരാണെങ്കിൽ 33 വയസ്സ് വരെയും അപേക്ഷിക്കാനായിട്ട് കഴിയും. മാനേജ്മെന്റ് ട്രെയിനിക്ക് ഡെപ്യൂട്ടി മാനേജർക്ക് 30 വയസ്സ് വരെ ജനറൽ കാൻഡിഡേറ്റ്സും, OBC-കാർക്ക് 33 വയസ്സ് വരെ അപേക്ഷിക്കാൻ കഴിയും. ചീഫ് മാനേജർക്ക് എല്ലാവർക്കും, ചീഫ് മാനേജർക്ക് അൺറിസർവ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ 40 വയസ്സ് വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ശമ്പളം പറയുകയാണെങ്കിൽ ഈ മാനേജ്മെന്റ് ട്രെയിനിങ് ആയിട്ട് എടുക്കുന്നവർക്ക് ആദ്യം ട്രെയിനിങ് ആയിരിക്കും. ആ ട്രെയിനിങ്ങിന് ശേഷം അവർക്ക്
അവർക്ക് ഡെപ്യൂട്ടി മാനേജർ എന്ന ഗ്രേഡിലായിരിക്കും നിയമനം ലഭിക്കുക. മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് 1 വർഷത്തെ ട്രെയിനിങ് ആയിരിക്കും. ആ സമയത്ത് 65,000 രൂപ ശമ്പളമായിട്ട് ലഭിക്കും, സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കും. അതിനുശേഷമായിരിക്കും സ്കെയിൽ ഓഫ് പേയിലുള്ള അപ്പോയിന്റ്മെന്റ്. ഡെപ്യൂട്ടി മാനേജർക്ക് 48,480 മുതൽ 85,900 സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. ചീഫ് മാനേജർ ആണെങ്കിൽ 85,900 മുതൽ 1,05,280 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അടിസ്ഥാന ശമ്പളത്തോട് മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കണം. അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 600 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC/ST കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവർക്കും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒക്കെ 100 രൂപ മതിയാവും. ബാക്കി എല്ലാവരും 600 രൂപ ഫീസായിട്ട് നൽകണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകൂടെ പറയുന്നു, വനിതാ കാൻഡിഡേറ്റ്സ്, SC/ST കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവരെ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് 100 രൂപ മതിയാവും. ബാക്കി എല്ലാവരും 600 രൂപ ഫീസായിട്ട് നൽകണം. ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അത് സെലക്ട് ചെയ്യപ്പെടുന്നവർ 3 ലക്ഷം രൂപയുടെ ഒരു ബോണ്ട് ബാങ്കിന് സമർപ്പിക്കണം. മിനിമം ചീഫ് മാനേജറായിട്ടുള്ളവർ 3 വർഷവും മറ്റേ ഡെപ്യൂട്ടി മാനേജറായിട്ട് 5 വർഷവും ബാങ്കിൽ സെർവ് ചെയ്യാനൊരു ബോണ്ട് കൊടുക്കണം. അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 3 ലക്ഷം രൂപ ബാങ്കിന് നൽകണം എന്ന കാര്യമാണ് കൂടെ ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ടതിൽ നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. വെബ്സൈറ്റ് ഒന്നുകൂടെ ഞാൻ പറയാം, അതിൽ തന്നെ പറഞ്ഞിരുന്നു. ആ വെബ്സൈറ്റ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുകയാണ്. അതിലായിരിക്കും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പബ്ലിഷ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. https://www.eximbankindia.in/careers സൈറ്റ് സന്ദർശിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായി കണ്ട് നന്ദി രേഖപ്പെടുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ. താങ്ക് യു.